ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കലാപരിപാടികൾ, കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അവർ ഇതിനു വേണ്ടി മാത്രം വേഷമെല്ലാം തയ്യാറാക്കി വന്നവരാണ്. ആ കുട്ടികളുടെ അടുത്തുനിന്ന് ഡാൻസ് ചെയ്തിരുന്ന കുട്ടികളെ ഡാൻസ് ചെയ്യാൻ സമ്മതിച്ചില്ല, പാട്ടുപാടാൻ അനുവദിച്ചില്ല. അതിനൊക്കെ ഈ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ഈ കുട്ടികളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സംഭവം നടക്കുന്ന അവസരത്തിലൊക്കെ തന്നെ മഹാരാഷ്ട്ര കോളേജ് ഗ്രൗണ്ടിൽ ഏതാണ്ട് 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികളും നാട്ടുകാരും ജനങ്ങളും നിൽക്കുകയാണ്. അവരുടെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത്. സ്പോർട്സ് മാനുവലിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് അവരുടെ വാദം. സ്പോർട്സ് മാനുവലിൽ അങ്ങനെ ഒരു ഭാഗവും പറഞ്ഞിട്ടേയില്ല. ഞാൻ എടുത്തു നോക്കി. ശരി, അങ്ങനെ ആണെങ്കിൽ പോട്ടെ. ഇത്രയും കുറ്റമറ്റതായി എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി ആദ്യമായി കേരളത്തിൽ നടക്കുന്ന ഈ മേളയുടെ സമാപന ചടങ്ങ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പാടുണ്ടോ? പതാക താഴ്ത്താൻ സമ്മതിച്ചില്ല, അതിന് തടസ്സം വന്നു നിന്നു. അതേപോലെ തന്നെ ജനഗണമന പഠിപ്പ് പോലും തടസ്സം നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതൊരു അച്ചടക്കമില്ലാത്ത ഒരു രീതിയാണ്. ഈ രൂപത്തിലാണെങ്കിൽ ഒരു മേളയും നടത്താൻ വേണ്ടി പറ്റില്ല. തങ്ങൾക്കിഷ്ടമുള്ള കാര്യം തീരുമാനിച്ചില്ലെങ്കിൽ, തങ്ങൾക്ക് തങ്ങളുടെ വിദ്യാലയത്തിന് വിജയം കിട്ടിയില്ലെങ്കിൽ അത് മേളയെ ആകെ അലങ്കോലപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാവുമെന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കുന്നതിന് വേണ്ടി കഴിയില്ല. ഇത് കടുത്ത അച്ചടക്ക ലംഘനമായിട്ട് മാത്രമേ കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ വേറെ കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യ ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തപ്പെട്ട സ്കൂൾ കായിക മേള ഈ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ റെക്കോർഡാണ് ഈ രണ്ട് സ്കൂളിനും കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ചരിത്രം രേഖപ്പെടുത്തുന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെന്റ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇനിയിപ്പോ ജില്ലാ മേള നടക്കണം, സംസ്ഥാന മേള നടന്നു കഴിഞ്ഞു, ഇനിയിപ്പോ യുവജനോത്സവം നടക്കാൻ പോകുന്നു, പ്രവൃത്തി പരിചയപഠനം നടക്കാൻ പോകുന്നു, ശാസ്ത്രമേള നടക്കാൻ പോകുന്നു. അവിടെയെല്ലാം ഇങ്ങനെ ഏതെങ്കിലും 2-3 സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ സംഘടിച്ച് പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയില്ല. ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വെറും 107 കുട്ടികളാണ്. 107 കുട്ടികളാണ് ഈ ഗ്രൗണ്ടിൽ ഈ 10,000-ഓളം വരുന്ന ആൾക്കാർ. അവരെല്ലാം നോക്കി നിൽക്കുകയാണ്. തങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടിയിലാണെന്നുള്ള ഒരു പരിഗണന പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യം അല്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുക. ഇതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഗൗരവമായിട്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്നുണ്ട്. മാർ ബസേരി സ്കൂളിലെ മാനേജ്മെന്റ് വികാരി ഫാദർ ജോസ് വിളിച്ചിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് അറിവോട് കൂടിയല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും പ്രശ്നമുണ്ടാക്കിയ ടീച്ചറിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഉണ്ടായ പ്രശ്നത്തിൽ നിരുപാധികം മാപ്പ് ചോദിക്കുന്നതായും അറിയിച്ചിട്ടുണ്ട്. മന്ത്രിയോട് സംസാരിക്കുന്നതിന് വേണ്ടി എന്റെ ഓഫീസിൽ സമയം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ MLA നമ്മുടെ അതെ കലാമത്സരമായിരുന്നാലും കായിക മത്സരമായിരുന്നാലും
നിയമം പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ശരി, അത് ഏതെങ്കിലും രൂപത്തിലൊരു നിയമലംഘനം ഉണ്ടായാൽ അത് ഒരു തിണ്ണമുണ്ട് കാണിച്ചില്ല അതിന് നേരിടേണ്ടത്. നിയമാനുസരണമുള്ള മാർഗത്തിലൂടെ നേരിടണം. അതാണ് ഒരു അച്ചടക്കം എന്ന് പറയുന്നത്. ഇത് കായിക താരങ്ങൾ അവിടെ കായിക മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് എടുത്ത ഓത്തിന് എതിരാണല്ലോ ഈ കാണിച്ച കാര്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ.